ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും വന്നപ്പോൾ ഫോട്ടോ എടുത്ത് മാറ്റിയപ്പോഴും മാല എടുത്ത് മാറ്റിയപ്പോഴും ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് മാറ്റാം, മാല എടുത്ത് മാറ്റാം, പക്ഷേ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ പറ്റില്ലല്ലോ. രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഗബ്രി വന്നതൊക്കെ പ്രൊമോയിൽ നമുക്ക് ഏറെക്കുറെ മനസ്സിലായി. ലൈവ് കണ്ടവർക്കറിയാം. കുറേ പേർക്ക് ലൈവ് മിസ്സായിട്ടുണ്ടാവും. കാരണം 7:15 ബോസണ്ണൻ ഈ പരിപാടി ഒപ്പിച്ചത്. കാരണം ആരും കാണരുത് എന്ന് കരുതി തന്നെയാണ് എപ്പിസോഡിലേക്ക് റീച്ച് കൂടുന്നതിന് വേണ്ടി തന്നെയാകും അത് ചെയ്തത്. കിച്ചൺ ഏരിയയിൽ ഗബ്രി ഒളിച്ചു നിൽക്കുന്നു. നമ്മുടെ രതീഷ് പോയിട്ട് വെള്ളം എടുത്തു തരാനെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നു. അവിടെ വെച്ച് ഗബ്രിയെ കാണുന്ന ജാസ്മിൻ പെട്ടെന്ന് ഞെട്ടുന്നു. കൈകൾ കൊണ്ട് കണ്ണ് പൊത്തി അറിയാതെ പോയി സോഫയിൽ ഇരിക്കുന്നു. ഗബ്രി അടുത്തേക്ക് നടന്നു വരുന്നു. സിനിമ സ്റ്റൈലിൽ ചാടി എണീറ്റ് കെട്ടിപ്പിടിക്കുന്നു. അത് ആ ഒരു സീൻ ഒറിജിനലായിട്ട് തന്നെ നമ്മുടെ ബോസണ്ണന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. അവർ തമ്മിലിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലൈവിൽ. പക്ഷേ ഇതിനകത്ത് എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുമ്പ് ജാസ്മിനും ഗബ്രിയും കൂടെ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നത് എന്താണ്? ഇത് അവസാനിക്കണമെങ്കിൽ നമ്മളിൽ ഒരാൾ ഇവിടുന്ന് പുറത്തു പോകണം. പുറത്തു പോയാലേ ഇത് ഒരു എൻഡ് വരത്തുള്ളൂ. കാരണം മറ്റേത് നമ്മൾ എല്ലാ ദിവസവും എന്നും കാണുകയാണ്. എങ്ങനെയാണ് സംസാരിക്കാതിരിക്കുക? എന്നും കാണുമ്പോൾ എങ്ങനെയാണ് മിണ്ടാതെ നടക്കാൻ പറ്റുക? അവൻ എൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ എങ്ങനെയാണ് മുഖത്ത് നോക്കാതിരിക്കാൻ പറ്റുക? എങ്ങനെയാണ് ചിരിക്കാതിരിക്കാൻ പറ്റുക? അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ അവൻ ഇതിനകത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ ആയിപ്പോവും, സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിവിടെ നിൽക്കുവാണെങ്കിൽ ഞങ്ങൾ സംസാരിച്ചു പോകും, നമ്മൾ അടുത്തിരുന്ന് സംസാരിക്കും, ചിലപ്പോൾ സ്നേഹിച്ചൊക്കെ പോവും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കഴിയുമായിരുന്നായിരുന്നു നമ്മുടെ ജാസ്മിനും ഗബ്രിയും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഗബ്രി പോയിട്ട് ഏകദേശം 3-4 ആഴ്ചയായി. എന്നിട്ടെല്ലാം അവസാനിച്ചോ? ഇല്ല. ഗബ്രി പുറത്ത് പോയിട്ടും ജാസ്മിന് ഗബ്രിയെ മറക്കാൻ പറ്റുന്നില്ല. ഗബ്രിയെ ഓർത്തോർത്തിരുന്ന് കരയുന്ന ജാസ്മിനെയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ആദ്യമൊക്കെ അത് ഡ്രാമയായിട്ട് നമുക്ക് തോന്നിയിരുന്നു. നമ്മളെല്ലാവരും അങ്ങനെയാണ് പറഞ്ഞത്. കാരണം ബിഗ് ബോസ് ആണ്. ഇതിനകത്ത് ഈ ഒരു കാര്യം ഇവർ ചെയ്യുമ്പോൾ അത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണോ പുറത്തോട്ടിന് വേണ്ടിയാണോ എന്ന് തന്നെയായിരിക്കും ആദ്യം നമ്മൾ സംശയിക്കുക. അല്ലാതെ അയ്യോ എല്ലാം ജെന്യൂൻ ആണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഗബ്രി ഒരു റിലേഷൻ്റെ ഉള്ളിൽ ഒരുപാട് ഡ്രാമ ഉണ്ടായിരുന്നു എന്ന് പലരും വിശ്വസിച്ചിട്ടുണ്ട്. ഞാനും അങ്ങനെ കരുതിയിരുന്നു. പക്ഷെ ഇപ്പോൾ ജാസ്മിൻ്റെ ഒരു കേസ് എടുക്കുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉമ്മയും വാപ്പയും വന്ന് പറയാണ്, മോളെ ഇത് ശരിയല്ല, ഇത് തെറ്റാണ് എന്ന് ഡയറക്റ്റ്ലിയും ഇൻഡയറക്റ്റ്ലിയും പറയുന്നുണ്ട്. വൈൽഡ് കാർഡുകളൊക്കെ പറഞ്ഞത് പോട്ടെ, പക്ഷേ സ്വന്തം ഉമ്മയും വാപ്പയും വന്ന് പറയുവാണ് ഇത് തെറ്റാണ്, നമുക്കത് വേണ്ട എന്ന് പറയുന്നു. പകരം ഒരു ടെഡ്ഡി കൊണ്ടു കൊടുക്കുന്നു, ഗിഫ്റ്റ് കൊണ്ടിടുന്നു, ഒരു മാല ഇടുന്നു, ഗബ്രിയുടെ ഫോട്ടോയും മാല എടുത്തു മാറ്റുന്നു. അങ്ങനെ പറയാനുള്ള എല്ലാ ഹിന്റുകളും നേരിട്ട് കൊടുത്തിട്ടും ജാസ്മിന് ഗബ്രി എന്ന് പറയുന്ന മനുഷ്യനെ മാറ്റി നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഗബ്രിയുടെ വരവിനായിട്ട് കാത്തിരിക്കുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഗബ്രി ഇന്ന് വന്നപ്പോഴാണെങ്കിലും വന്നതിന് ശേഷമാണെങ്കിലും അവിടെ കിടന്ന് ഓരോ ഈ പൊട്ടും പൊടിയും എന്നൊക്കെ നമ്മൾ പറയും പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഗബ്രിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മതിയാവുന്നില്ല സംസാരിച്ചിട്ട്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. സോ ഇവർ തമ്മിലുള്ള റിലേഷൻ, ഗബ്രിയുടെ കാര്യം എനിക്ക് എപ്പോഴും അറിയില്ല ജാസ്മിൻ്റെ അടുത്ത് എന്താണെന്നുള്ളത്. പക്ഷേ ജാസ്മിൻ ഓൾറെഡി റിവീൽ ചെയ്തിട്ടുണ്ട് ഗബ്രിയെ ഇഷ്ടമാണ് എന്നുള്ളത്. പ്രണയമായി മാറി എന്ന് ഗബ്രി പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇപ്പോഴും അത് തീവ്രമായി തന്നെ ജാസ്മിന് ഗബ്രിയോടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഡേ കൂടിയാണിത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വേണ്ടി കാണാം.